എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നമ്മൾ കണ്ടത് പാവപ്പെട്ട അച്ഛൻ്റെ മെൻറ്റാലിറ്റിയെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് പണക്കാരനായ ഒരു അച്ഛൻ്റെ മെൻറ്റാലിറ്റിയെക്കുറിച്ചാണ്. പണമില്ലായ്മയാണ് ലോകത്തിലുള്ള എല്ലാ തിന്മകൾക്കും കാരണം എന്നാണ് റിച്ചായ ഡാഡിൻ്റെ മെൻറ്റാലിറ്റി. അങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതായത് ഈ പണം സഫിഷ്യൻ്റായിട്ടുണ്ടെങ്കിൽ പല തിന്മകളും ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാകും എന്നാണ് റിച്ച് ഡാഡ് ചിന്തിക്കുന്നത്. നിങ്ങൾ നല്ലപോലെ പഠിക്കണം, പഠിച്ച് ഒരു നല്ല എൻട്രപ്രനർ ആകണം, ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റർ ആകണം, ഒരു സ്റ്റാർട്ടപ്പുകൾ ഇടണം എന്നാണ് റിച്ച് ഡാഡ്, റിച്ചായ ആൾക്കാരുടെ മെൻറ്റാലിറ്റി. ഒരിക്കലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യണമെന്നല്ല, ഒരു കമ്പനി വാങ്ങിച്ച് അതിൽ നീ വർക്ക് ചെയ്യണം. അതായത് ഒരു കമ്പനിയുടെ മുതലാളിയായി എൻട്രപ്രനറായിട്ട് വർക്ക് ചെയ്യണം എന്നാണ് റിച്ച് ഡാഡ് പറയുന്നത്. എനിക്ക് കുട്ടികൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ റിച്ചായത് എന്നാണ് റിച്ച് ഡാഡിൻ്റെ ഒരു മെൻറ്റാലിറ്റി. അപ്പം ഞാൻ സമ്പന്നനായിട്ടിരിക്കാൻ കാരണം തന്നെ എൻ്റെ കുട്ടികളാണ് എന്നാണ് റിച്ച് ഡാഡ് തിങ്ക് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം വെച്ചാൽ ഓരോ മെൻറ്റാലിറ്റിയുടെയും വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ റിച്ച് ഡാഡ് തിങ്ക് ചെയ്യുന്നത് അത്താഴമേശയ്ക്ക് ചുറ്റും ഇരുന്നായാലും ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. എപ്പോഴാണോ അതിനൊരവസരം വരുന്നത്, അതേത് സമയത്തായാലും നമുക്ക് ആ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. എന്ത് കാര്യങ്ങളെക്കുറിച്ചും അത്താഴമേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കാം. അതായത് വലിയ വലിയ ബിസിനസ് ഡീൽസൊക്കെ സൈൻ ചെയ്യുന്നത് തന്നെ ഡിന്നർ ടേബിളിലാണ് അല്ലേ? അത് നമ്മൾ കാണുന്നതാണ്. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്, നമ്മൾ രുചിയുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൂഡ് തന്നെ മാറും അല്ലേ? അപ്പം ഭക്ഷണത്തിൻ്റെ തീന്മേശയ്ക്ക് ചുറ്റും ഇരുന്നായാലും നമുക്ക് ബിസിനസ് ഡീലുകൾ, ആരോഗ്യകരമായ സംഭാഷണങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് റിച്ച് ഡാഡ് പറയുന്നത്. അടുത്തൊരു പോയിൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റായ ഒരു പോയിൻ്റാണ്, റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് റിച്ച് ഡാഡ് തൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നു. അതായത് റിച്ചായ ആൾക്കാരുടെ മൈൻഡ് സെറ്റിൽ അവർ ഏറ്റവും ബ്യൂട്ടിഫുള്ളി ഹാൻഡിൽ ചെയ്യുന്നത് ഹൗ ടു മാനേജ് റിസ്ക്. ശരിയാണ്, നമ്മൾ ജീവിതത്തിൽ ഏറ്റവും പഠിച്ചിരിക്കേണ്ട ഒരു പാഠമാണ് റിസ്കിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ വീട് നമ്മളൊരു അസറ്റായി കരുതുന്നതെങ്കിൽ അത് തെറ്റാണ്. വീട് ഏറ്റവും വലിയ ഒരു ലയബിലിറ്റി ആയിട്ടാണ് റിച്ചായ ആൾക്കാർ കാണുന്നത്. റിച്ച് ഡാഡ് പറയുന്നത് ഏറ്റവും വലിയൊരു ലയബിലിറ്റിയാണ് എന്നാണ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം നമ്മൾ ആവശ്യപ്പെട്ട് നമ്മൾ പറയണം, കുറച്ച് പൈസ വേണം എന്ന് പറയുമ്പോൾ റിച്ച് ഡാഡ് പറയുന്ന ഒരിക്കലും നോയോ എന്നെ കൊണ്ട് പറ്റത്തില്ല, അങ്ങനെയല്ല. നോക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഹൗ ക്യാൻ ഐ അഫോർഡ് ദാറ്റ്, ഞാനത് ചിന്തിക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെയായിരിക്കും റിച്ച് ഡാഡ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾക്കൊന്നിലധികം വരുമാന സ്രോതസ് ഉണ്ടായിരിക്കണം. ഇൻകം സോഴ്സസ് മൾട്ടിപ്പിൾ ആയിരിക്കണം. നമ്മൾ ഒരിക്കലും ഒരു ഇൻകത്തിനെ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകരുത്. നമുക്ക് 3-4 ഇൻകം സോഴ്സസ് ഉണ്ടായിരിക്കണം എന്നാണ് റിച്ച് ഡാഡ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഉറപ്പായും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ ഒരു പുസ്തകം എല്ലാവരും വായിക്കണം. അത്ര ബ്യൂട്ടിഫുള്ളായ ഒരു പുസ്തകമാണ്. നമ്മുടെ മെൻറ്റാലിറ്റിയെ തന്നെ മാറ്റും. അതുപോലെ തന്നെ നമ്മൾ വിജയത്തിലേക്കുള്ളൊരു പാതയും, നമ്മുടെ മനസ്സ് പോസിറ്റീവാകുകയും, നമുക്കറിയാൻ പറ്റും മനസ്സ് ഏറ്റവും വലിയ ശക്തിയാണ് അല്ലേ? മനസ്സിന് ചിന്തിക്കാനുള്ള കഴിവില്ല, പക്ഷേ ഏറ്റവും വലിയ ശക്തിമാനാണ് മനസ്സ്. നമ്മുടെ ബ്രെയിന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ എന്തില്ല? ശക്തിയില്ല. അപ്പം ബ്രെയിന് ശക്തി ഇല്ല, ബുദ്ധിയുണ്ട്. മനസ്സിന് എന്തില്ല? ബുദ്ധിയില്ല, ശക്തിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് വന്നാലോ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമാകും. അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഇതിൻ്റെ ബാക്കിയുമായി വരും വരെയും എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.